ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഷോപ്പിഫൈയിൽ നല്ലൊരു മെഗാ മെനു എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഈ വെബ്സൈറ്റിൽ കാണും പോലെ ഹോം, കളക്ഷൻസ്, ബ്രാൻഡ്, എബോട്ടസ്. ഇതിൽ കളക്ഷൻസിൽ നമ്മൾ ഓരോ കളക്ഷൻ നെയിം, അതായത് സ്റ്റിക്കേഴ്സ്, ടേപ്പ് കളക്ഷൻ, ഇങ്ങനെ പല കളക്ഷൻ നെയിമും അത് ഓരോന്നിൻ്റെ അകത്തും അതിൻ്റെ അകത്ത് വരുന്ന സബ് കളക്ഷൻസും ഇതെങ്ങനെ ലിസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ ബ്രാൻഡ് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എബോട്ടസിൻ്റെ അകത്ത് കോണ്ടാക്ടസ് പേജ്, FAQ. ഈ കളക്ഷൻ പേജിൻ്റെ അകത്ത് ഇവിടെ ഒരു പിക്ചേഴ്സ്, അതായത് ഓരോ കളക്ഷനും അനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സ് എങ്ങനെ സെറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ ഷോപ്പിഫൈയുടെ ഹോം പേജിൽ വന്നു. ഇവിടെ നിന്ന് കണ്ടൻറ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്തായിട്ട് മെനു എന്നൊരു സബ് ഹെഡിങ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുള്ള സെക്ഷൻസാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് മെനു ക്ലിക്ക് ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് ഈ മെനുവിന് ഒരു നെയിം കൊടുക്കണം. ഞാൻ ജസ്റ്റ് സാമ്പിൾ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ആഡ് മെനു നെയിം, മെനു ഐറ്റം, അതായത് മെയിൻ ഹെഡിങ്സ് എന്തൊക്കെയാണെന്ന്. ഞാനത് എളുപ്പത്തിനായിട്ടൊരു നോട്ട് പാഡ് ഇട്ടിട്ടുണ്ട്. എനിക്ക് എളുപ്പത്തിനായിട്ട് ഞാൻ ആ ഹോം പേജ് കൊടുത്തു. ഹോം പേജ് ക്ലിക്കബിൾ ആണോ ക്ലിക്കബിൾ അല്ലേ, അതായത് ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ പേജിലോട്ട് പോകണോ, അതോ നമുക്ക് ജസ്റ്റ് ഹോം പേജിൻ്റെ, അതായത് ഈ മെയിൻ ഹെഡിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരിടത്തും പോകാതിരിക്കണോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹോം പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം പേജ് എന്ന ഓപ്ഷൻ തന്നെയാണ് എടുത്തത്. അത് ഹോം പേജ് എവിടെ നിന്ന് ക്ലിക്ക് ചെയ്താലും നമ്മൾ വീണ്ടും ഹോം പേജിൽ തന്നെ തിരിച്ചു വരും. ഓക്കെ, രണ്ടാമത്തെ മെനു ഓപ്ഷൻ എടുത്തു. ഞാൻ അതിൽ കളക്ഷൻസ് കൊടുക്കുവാണ്. കളക്ഷൻസ് ക്ലിക്കബിൾ ആവണ്ട, കാരണം കളക്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് എല്ലാ കളക്ഷനും കൂടെ ലിസ്റ്റ് ചെയ്യാതെ ഓരോ കളക്ഷനും അതിൻ്റെ അകത്തുള്ള സബ് കളക്ഷൻസ് ലിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് ക്ലിക്കബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഹാഷ്ടാഗ് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അതായത് ഈ കളക്ഷൻസിൻ്റെ ഈ ഒരു പേജ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെയാണ്. ഓക്കെ, ഞാൻ അടുത്ത മൂന്നാമത്തെ ഐറ്റമായിട്ട് ബ്രാൻഡിൻ്റെ നെയിംസ് കൊടുക്കാനായിട്ട് ഒരു ലിസ്റ്റ് ചെയ്തു, ബ്രാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. അതും ഹാഷ്ടാഗ് കൊടുത്തു. നാലാമതായിട്ട് എബൌട്ട് അസ്, അതും ഹാഷ്ടാഗ് കൊടുത്തു. നമുക്കിനി വേണ്ടത് കളക്ഷൻസിൻ്റെ അകത്തായിട്ട് ഇതിൽ കാണും പോലെ കുറച്ച് കളക്ഷൻസ് നെയിം വേണം, അതിൻ്റെ അകത്തായിട്ട് സബ് കളക്ഷൻസിൻ്റെ നെയിമും വേണം. ഓക്കെ, ഞാൻ കളക്ഷൻസ് ഞാൻ അതിനായിട്ട് ഒരു പുതിയൊരെണ്ണം ആഡ് ചെയ്യുന്നു, അതായത് സ്റ്റിക്കേഴ്സ് എന്ന കളക്ഷൻ. ആ ഹെഡിങ് എനിക്ക് ക്ലിക്കബിൾ ആവണ്ട. ഞാൻ ആ ഹെഡിങ് അതുപോലെ സെലക്ട് ചെയ്തു, കളക്ഷൻസിൻ്റെ അടിയിലായിട്ട് പേസ്റ്റ് ചെയ്തു. അതായത് ജസ്റ്റ് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തു കളക്ഷൻസിൻ്റെ തൊട്ടടിയിലായിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഈ കളക്ഷൻസിൻ്റെ അകത്ത് വരുന്ന 3 എണ്ണം, ഞാനിപ്പോൾ 3 എണ്ണം ഇട്ടിട്ടുള്ളത് സ്റ്റിക്കർ ഷീറ്റ്, റബ്ബോൺ, വിനയൽ. ഇത് 3ഉം ഇതിൻ്റെ അടിയിലായിട്ട് ആഡ് ചെയ്യുവാണ്. സ്റ്റിക്കർ ഷീറ്റ് എന്ന് ഓൾറെഡി ഞാനൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആ സ്റ്റിക്കർ ഷീറ്റ് എന്ന കളക്ഷൻസിനെ സെലക്ട് ചെയ്യുവാണ്. സെലക്ട് ചെയ്തു. നമുക്ക് വേണ്ടത് ഈ സ്റ്റിക്കേഴ്സിൻ്റെ അടിയിലായിട്ടാണ് സ്റ്റിക്കർ ഷീറ്റ് വേണ്ടത്. സോ ഞാൻ അത് വീണ്ടും ഡ്രാഗ് ചെയ്തു സ്റ്റിക്കർ ഷീറ്റ് സ്റ്റിക്കേഴ്സിൻ്റെ അടിയിലായിട്ട് പേസ്റ്റ് ചെയ്തു. അതായത് കളക്ഷൻസിൻ്റെ അകത്ത് സ്റ്റിക്കേഴ്സിൻ്റെ അകത്തായിട്ട് സ്റ്റിക്കർ ഷീറ്റ്. ഞാൻ അടുത്ത ഒരെണ്ണം ആഡ് ചെയ്യുവാണ്, റബ്ബോൺ. ഞാൻ ആ കളക്ഷൻ ആഡ് ചെയ്തു. മൂന്നാമതായിട്ട് ഞാൻ ആ കളക്ഷനും സെലക്ട് ചെയ്തു. അതായത് എനിക്ക് സ്റ്റിക്കേഴ്സിൻ്റെ അകത്ത്, കളക്ഷൻ്റെ അകത്ത് സ്റ്റിക്കേഴ്സ് ഉണ്ട്, 3 സബ് ഹെഡിങ്സും ഉണ്ട്. ഓക്കെ, അടുത്തായിട്ട് ഞാൻ അടുത്തൊരു കളക്ഷൻ ആഡ് ചെയ്യുവാണ്, ടേപ്പ് കളക്ഷൻ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, സ്റ്റിക്കേഴ്സിൻ്റെ അകത്തല്ല നമുക്ക് ആ ഒരു കളക്ഷൻ വേണ്ടത്. അതായത് കളക്ഷൻസിൻ്റെ അകത്തായിട്ടാണ് ഈ ഒരു
ടേപ്പ് കളക്ഷൻ്റെ ഹെഡിങ് വേണ്ടത്. സോ ഞാൻ കളക്ഷൻസിൻ്റെ ആരോയുടെ നേരെ വരുന്ന ഈ ഒരു പൊസിഷനിലാണ് വീണ്ടും ഹെഡിങ് കൊടുത്തത്. ടേപ്പ് കളക്ഷൻ കൊടുത്തു. ടേപ്പ് കളക്ഷൻ എനിക്ക് ക്ലിക്കബിൾ ആകണ്ട, സോ ഞാൻ ഹാഷ്ടാഗ് കൊടുത്തു. ഇതിൻ്റെ അകത്തായിട്ട് 3 സബ് ഹെഡിങ് കൊടുക്കുവാണ്. ആ വാഷി ടേപ്പിലെ സബ് കളക്ഷനും ഞാൻ സെലക്ട് ചെയ്തു ടേപ്പ് കളക്ഷൻ്റെ അടിയിലായിട്ട് പേസ്റ്റ് ചെയ്യുവാണ്. സോ എനിക്ക് ഇതേ ഒരു പാറ്റേൺ കിട്ടി. കളക്ഷൻ്റെ അകത്ത് മെയിൻ ഹെഡിങ്സ് 2 എണ്ണം ഉണ്ട്. അതായത് ജസ്റ്റ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് അറിയാൻ കഴിയും. ഇവിടെ കളക്ഷൻ്റെ അകത്ത് വരുന്ന സ്റ്റിക്കേഴ്സ് ടേപ്പ് കളക്ഷൻ, മെയിൻ ഹെഡിങ്സിൻ്റെ അകത്ത് 2 സബ് ഹെഡിങ്. അതായത് ഇതിൽ കാണും പോലെ ഞാൻ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്തു, ടേപ്പ് കളക്ഷനും ആഡ് ചെയ്തു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യാം. അതായത് ജേർണൽസ്, സ്റ്റാമ്പ്, ഈ പറയുന്ന എല്ലാ കളക്ഷനും ഞാൻ ആഡ് ചെയ്യുവാണ്. ഓക്കെ, 1 by 1. ഇനി ബ്രാൻഡിൻ്റെ അകത്ത് നമ്മളിവിടെ കൊടുത്തിരിക്കും പോലെ ഈ ടേപ്പ് കളക്ഷന് ഉള്ള ഹെഡിങ്ങിന് പകരം ഞാൻ ഈ ബ്രാൻഡിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തു, അതായത് ഞാനിവിടെ ഡിവൈഡ് ചെയ്തത് ABCH ഇതൊരു പാറ്റേൺ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അല്ലെങ്കിൽ മറ്റെന്താണ് ഹെഡിങ് കൊടുക്കുന്നതെങ്കിൽ അതിനെ സെയിം പാറ്റേൺ ആയിട്ട് കളക്ഷൻ നെയിമായിട്ട് കൊടുക്കുക. ദെൻ തൊട്ട് താഴെയായിട്ട് സബ് ഹെഡിങ്ങും ലിസ്റ്റ് ചെയ്യുക. അതായത് ബ്രാൻഡിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നു. സാമ്പിൾ എനിക്കിപ്പോൾ ബ്രാൻഡിൻ്റെ അടിയിൽ വേണമെങ്കിൽ ജസ്റ്റ് ബ്രാൻഡിൻ്റെ അടിയിലോട്ട് ഇതുകൊണ്ട് പേസ്റ്റ് ചെയ്യാം. സോ ബ്രാൻഡിൻ്റെ അകത്തായിട്ട് ഈ ഒരു സാമ്പിൾ എന്ന സെക്ഷൻ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എബോട്ടസിൻ്റെ അകത്തും പേസ്റ്റ് ചെയ്യാം. എബോട്ടസിൻ്റെ അകത്ത് വരുമ്പോൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ എബോട്ടസിൻ്റെ അകത്തായിട്ട് ഒന്നുമില്ല. അതായത് എബോട്ടസ്, FAQ, കോണ്ടാക്ടസ്. സോ നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ സ്റ്റിക്കേഴ്സ്, ടേപ്പ് കളക്ഷൻ പോലെ ആഡ് ചെയ്യുക. പക്ഷേ സ്റ്റിക്കേഴ്സിൻ്റെ അകത്തായിട്ട് ഒന്നും ആഡ് ചെയ്യരുത്. അതായത് ഇവിടെ എബോട്ടസിൻ്റെ അകത്ത് FAQ, സ്റ്റാമ്പ്, കോണ്ടാക്ടസ് പേജ് മാത്രം ആഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹോൾ പ്രോസസ്സ്. ദെൻ സേവ് കൊടുക്കുക. സോ നമുക്ക് പുതിയൊരു മെനു ഇവിടെ ക്രിയേറ്റ് ആകും. ഓക്കെ, ഞാനിത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത ഒരു മെനുവിനെ കാണിച്ചു തരുവാണ്. അതായത് ഹോമുണ്ട്, കളക്ഷൻസിൻ്റെ അകത്ത് സ്റ്റിക്കേഴ്സ്, ടേപ്പ് കളക്ഷൻ, ജേർണൽസ് എന്ന് പറഞ്ഞ് പല കളക്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡിൻ്റെ നെയിം ABC, അതായത് എക്കകത്ത് ഈ പല കാറ്റഗറിക്കകത്ത് വരുന്നുണ്ട്. എബോട്ടസ്, FAQ, കോണ്ടാക്ടസ്. ഇങ്ങനെ ഞാൻ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്ത ഒരു കംപ്ലീറ്റ് മെനു ആണിത് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി വീണ്ടും ഓൺലൈൻ സ്റ്റോറിൻ്റെ അകത്ത് വരുന്നു. ഞാനിപ്പോൾ ഡെമോ എന്ന സ്റ്റോറിലാണ് ഇത് ആഡ് ചെയ്യുന്നത്. സോ ഞാനിത് കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെനു ആഡ് ചെയ്യണോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. മെനുവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മെനു, ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന മെനുവിന് പേര് മെനു ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ളതായിട്ടുണ്ടാണ്. എനിക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് മെനു ക്ലിക്ക് ചെയ്യുക. ഞാൻ ആ നേരത്തെ ആഡ് ചെയ്ത സാമ്പിൾ എടുക്കുവാണ്. സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി 2 എണ്ണമാണ് ആഡ് ചെയ്തത്. സോ സാമ്പിൾ ഇങ്ങനെ വരും. സോ ഞാൻ പകരം മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്ത മറ്റൊരു മെനു എടുക്കുവാണ്. അതായത് ഇതിനെ വീണ്ടും റിമൂവ് ചെയ്തു. വീണ്ടും മെനു സ്മാൾ ലെറ്റർ, അതായത് കംപ്ലീറ്റ് ആയ മെനുവിനെ സെലക്ട് ചെയ്യുവാണ്. സോ അതിനെ ഈ ഒരു പാറ്റേൺ ലിസ്റ്റ് ആകും. ഇനി നമുക്ക് പിക്ചറോ മറ്റോ ഇടാനായിട്ട് ജസ്റ്റ് ഞാനിത് ക്ലിക്ക് ചെയ്തു. മൊത്തത്തിൽ മെനു ഈ തൊട്ട് താഴെയുള്ള മെനു എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 2-3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് ഇത് എങ്ങനെ ഒരു പാറ്റേണിൽ വരണമെന്ന്. അതായത് സ്മാൾ, മീഡിയം, ലാർജ്, അതായത് ഇങ്ങനെ വരും. നമുക്കിപ്പോൾ ഹെഡിങ്സ് ഈ ഒരു പാറ്റേൺ, അതായത് കളക്ഷൻസിൻ്റെ നെയിം ഇച്ചിരി വലിയ ഫോണ്ടിലും തൊട്ട് താഴെയുള്ള സ്റ്റിക്കർ ഷീറ്റ് ചെറിയ ഫോണ്ടിലുമാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. ഇതല്ലാതെ വേണമെങ്കിൽ നമുക്ക് രണ്ടും ഒരേ ഫോണ്ടിൽ ലിസ്റ്റ് ചെയ്യാം. അതായത് ഇതിപ്പോൾ ഞാനിപ്പോൾ സേവ് കൊടുത്താൽ
നമുക്ക് താഴെ കാണുന്ന വാഷി ടൈപ്പ് അല്ലെങ്കിൽ സബ് ഹെഡിങ് കുറച്ചും കൂടെ വലുതായിട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് മാറ്റിയിട്ട് വേണമെങ്കിൽ ഞാൻ ലാർജ് ആയിട്ട് കൊടുത്താൽ കുറച്ചും കൂടി ലാർജ് ആയിട്ടും ലിസ്റ്റ് ആകും. ഇങ്ങനെ കുറച്ചും കൂടി വലുതായിട്ട്. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇത് ഒരു സ്മാൾ ആയിട്ട് കിടക്കുന്നത് തന്നെയാകും. അതായത് കളക്ഷൻസ് നെയിം ഇച്ചിരി വലിയ സൈസും തൊട്ട് താഴെ ഉള്ളത് സബ് കളക്ഷൻസ് എപ്പോഴും ചെറിയൊരു ഫോണ്ട് സൈസിൽ കിടക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇനി മറ്റൊന്ന്, നമുക്ക് ഈ ഒരു സബ് മെനു ഫീച്ചർ എന്ന ഓപ്ഷനിൽ ശരിക്കും മീഡിയ ടൈപ്പ് ഉണ്ട്. അതായത് ഇവിടെ എന്ത് ടൈപ്പ് മീഡിയ കാണിക്കണം ഈ ഒരു പൊസിഷനിൽ. നമുക്ക് വേണമെങ്കിൽ മീഡിയ എല്ലാം അവോയ്ഡ് ചെയ്യാം. അതായത് ഒരു മീഡിയം കാണിക്കാതിരിക്കാം. അതായത് നമ്മുടെ ഹെഡിങ്സ് മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കളക്ഷൻ ഇമേജസ്, അതായത് നമ്മൾ ഓരോ കളക്ഷൻ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റിക്കേഴ്സിന് ഞാനൊരു കളക്ഷൻ പേജ്, അതായത് കളക്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റിക്കർ എന്ന കളക്ഷന് ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട് എന്ന് വയ്ക്കാം. സ്റ്റിക്കേഴ്സിന് ടേപ്പ് കളക്ഷന് ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്, ജേണൽസിന് ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ കളക്ഷൻസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കളക്ഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് അറിയാത്തവർക്കായിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് റെഫർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കളക്ഷൻസിൽ പിക്ചർ ആഡ് ചെയ്യാൻ എളുപ്പമാണ്. കളക്ഷൻസ് എടുക്കുക, അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ചെറിയൊരു ഓപ്ഷൻ ഉണ്ട് പിക്ചർ ആഡ് ചെയ്യാനായിട്ട്, അതിൽ പിക്ചർ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഫീച്ചർ പ്രോഡക്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും പ്രോഡക്ട്സുകളെ റാൻഡമായിട്ട് ലിസ്റ്റ് ചെയ്യുക. ഇനി മറ്റൊന്നാണ് ഫീച്ചേർഡ് കളക്ഷൻസ്. അതായത് എല്ലാമില്ല, ആദ്യമുള്ള കളക്ഷൻസിൻ്റെ പടം മാത്രം ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു ഫീച്ചേർഡ് കളക്ഷൻ, അതായത് ഒരു ക്രിസ്മസ് എഡിഷൻ, ഹോളി എഡിഷൻ ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ അതിനെ മാത്രം ഇവിടെ പോർട്രേറ്റ് ചെയ്ത് കാണിക്കും. ഒരു ഫെസ്റ്റിവൽ സമയത്ത് നമ്മളൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഒരു സെയിൽ നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ ദീപാവലി എന്നൊരു സെക്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് ഫീച്ചേർഡ് സെലക്ഷൻ്റെ അകത്ത് കിടക്കുന്നതെങ്കിൽ ദീപാവലി എഡിഷൻസ്, അത് നമുക്ക് എപ്പോഴും ഇത് അറിയാൻ കഴിയും. ക്രിസ്മസ് ടൈമിലാണെങ്കിൽ ക്രിസ്മസ് എന്ന ഒരു മെയിൻ ഹെഡിങ്സ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഫെസ്റ്റിവൽ സമയത്തുള്ള സെയിൽസ് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് ഈ ഒരു മെനു കൊണ്ട് കഴിയും. ഓക്കെ, ഇനി വരുന്ന ഇമേജ് എങ്ങനെയാകണം? സ്ക്വയർ ആക്കണോ? അതായത് ഞാൻ ഈ വരുന്ന ഇമേജ് സ്ക്വയർ ആക്കണോ അതോ ലാൻഡ്സ്കേപ്പോ അല്ലെങ്കിൽ ഓട്ടോ ആക്കാനുള്ള ഒരു ഓപ്ഷൻ. ഇത്രയാണ് ശരിക്കും നമ്മുടെ മെഗാ മെനുവിൽ വരുന്ന ഓപ്ഷൻസ്. ഇനി മൊബൈൽ വ്യൂ നോക്കുവാണെങ്കിൽ നമുക്ക് മൊബൈൽ വ്യൂ എപ്പോഴും വരുന്നത് ഇതേ ഒരു പാറ്റേൺ ആയിരിക്കും. മെഗാ മെനു കളക്ഷൻസിൻ്റെ അകത്ത് സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതിൽ സബ് ഹെഡിങ് ഉണ്ട്. ഇവിടെ പ്ലസ് വേണോ അതോ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇതിൻ്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് എക്സ്പാൻഡ് ഫസ്റ്റ് ഗ്രൂപ്പ് കൊടുക്കണോ അല്ലെങ്കിൽ നാവിഗേഷൻ ബാർ കാണിക്കണോ എന്ന്. സോ ഞാൻ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ശരിക്കും നമ്മൾ മെഗാ മെനു ഷോപ്പിഫൈയിൽ വരുന്നത്. ഇത് വളരെ എളുപ്പമായ പ്രോസസ്സാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.